നമസ്കാരം. ഞാൻ ഉല്ലാസ് കോവൂർ MLA. ഞാൻ കുന്നത്തൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. എൻ്റെ മൂന്നാമത്തെ മത്സരത്തിൽ 1,00,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് ഞാൻ സഭയിലേക്ക് എത്തുന്നത്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശ്രീകോവിലായ കേരളത്തിൻ്റെ നിയമസഭ എത്രയോ ജനാധിപത്യ സംവാദങ്ങൾക്കും നയ രൂപീകരണങ്ങൾക്കും ചരിത്രപരമായി വേദിയായിട്ടുള്ള ഈ മഹാസഭയിലേക്ക് ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്നുള്ളതിൽ കടന്നു വരാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനകരമായ മുഹൂർത്തമാണ്. വിദ്യായന വർഷ ആരംഭകാലത്ത് പൊതുവിദ്യാർത്ഥികൾ വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്ന മനസ്സുമായി കടന്നു വന്ന ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ 2 ദിവസത്തെ ഫുൾ ടൈം ഓറിയൻറ്റേഷൻ ക്ലാസ് വലിയ സഹായകരമായി. പൊതുവിദ്യാർത്ഥിയുടെ മനസ്സ് മാറി ഒരുപാട് അനുഭവങ്ങളും അറിവുകളുമുള്ള മുൻ സഭാ അംഗങ്ങളും ഭരണാധികാരികളുമൊക്കെ നിരവധി ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകിയ ഓറിയൻറ്റേഷൻ ക്ലാസ് തന്നെയാണ് സഭയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഞങ്ങളിലേക്ക് അടുപ്പിച്ചത്. ഈ 16ാം കേരള നിയമസഭയിൽ 70 പുതിയ അംഗങ്ങളാണുള്ളത്. പലരും സഭാപ്രവർത്തനങ്ങളുടെ നടപടിക്രമങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി ഇല്ല എന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് വിലയിരുത്തേണ്ടി വരും. പക്ഷേ ആ ക്ലാസ്സായിരുന്നു ഏറ്റവും നല്ല അനുഭവം. ഞാൻ വരുന്നത് കുന്നത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. കുന്നത്തൂർ നിയോജക മണ്ഡലം 1982 ശേഷം ആദ്യമായിട്ടാണ് UDF വിജയിച്ചു വരുന്നത്. ഏകദേശം 1,00,000 വോട്ടിൻ്റെ ചരിത്ര ഭൂരിപക്ഷവുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. 1982 ശ്രീ കോട്ടക്കുഴി സുകുമാരൻ അവരുടെ വിജയത്തിന് ശേഷം പിന്നീട് ഇപ്പോഴാണ് ഒരു UDF പ്രതിനിധി വിജയിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സമരമുഖങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഈ സഭാപ്രവർത്തനങ്ങൾക്ക് ആവേശം പകരുന്നു. സഭയിൽ ചെയ്യേണ്ടാത്തതിനെതിരായി സമരം ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ സഭയ്ക്കകത്തേക്ക് എത്തുമ്പോൾ വലിയ കൗതുകമാണ്, വലിയ ഉത്തരവാദിത്ത ബോധമാണ്. പരമാവധി സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഇടത്തട്ടുകാരുടെയും ഒക്കെ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ അവർക്കൊരാശ്വാസം കണ്ടെത്തി നൽകാനുള്ള വേദിയായി കൂടി നിയമസഭാ പ്രവർത്തനങ്ങളെ മാറ്റേണ്ടതുണ്ട്. കാലഘട്ടം ആവശ്യപ്പെടുന്ന, പുതിയ കാലം ആവശ്യപ്പെടുന്ന ജൻസികളെ കൂടി ഹൃദയത്തിലേറ്റുവാങ്ങി പുതിയ കാലത്തിൻ്റെ തീരുമാനങ്ങളിലേക്ക് ജനാധിപത്യത്തെ എത്തിക്കുവാൻ കഴിയുക, ഭരണഘടനയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമുക്ക് ഈ ജനാധിപത്യത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കാൻ സഭാപ്രവർത്തനങ്ങൾ സഹായകരമാകുമെന്ന ഉറച്ച വിശ്വാസമാണുള്ളത്. കുന്നത്തൂരിൻ്റെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും പൊതുവെ ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും വികസിത രൂപങ്ങൾക്കും സഭ കൊടുക്കുന്ന പ്രാധാന്യം എത്രമാത്രമാണ് എന്നുള്ളത് സക്രിയമാക്കേണ്ട, സജീവമാക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചോളം ഈ സഭാപ്രവർത്തനങ്ങളിൽ സക്രിയമായി പങ്കെടുത്ത് ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് അറിവുകൾ നമ്മളിലേക്ക് ലഭിക്കും. ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരിലേക്കും വികസനം എത്തിച്ചേരേണ്ട നാളുകളിൽ ആ നാളിന് വേണ്ടിയിട്ടാണുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ 16ാം കേരള നിയമസഭയിൽ അംഗമായി എത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവും ഞാൻ ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു.